പ്രകാരം ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിഷൻ റിയാക്ഷൻ. നമ്മൾ രാമായണത്തിലൊക്കെ കാണുന്ന പോലെ താൻ താൻ. പക്ഷെ അതിൻ്റെ അർത്ഥം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുന്നു പറഞ്ഞാൽ എന്താ പലരും കരുതിയിരിക്കുന്നത്? പുറത്തുനിന്ന് എന്തോ അനുഭവിക്കുന്ന, പുറത്തുനിന്നല്ലത്. താൻ ചെയ്യുന്നത് തന്നെ തൻ്റെ ഉള്ളിൽ ഇംപ്രിൻ്റഡ് ആയി കഴിഞ്ഞു. തൻ്റെ ഉള്ളിൽ എന്ത് ചിത്രഗുപ്തൻ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ ഈ ബോധത്തിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഓർമ്മ എഴുതി വെച്ചു. തൻ്റെ ഉള്ളിൽ അത് എഴുതപ്പെട്ടു പോയി. ആ ഒരു എഴുത്ത് തന്നെ യാതനയുടെ എഴുത്താണെങ്കിൽ അവൻ കൊടുത്ത യാതന അവന് അനുഭവിച്ച് കിട്ടുള്ളൂ. ചിന്തയുണ്ടോ ജന്മമുണ്ട്, ചിന്തയുണ്ടോ ജന്മമുണ്ട്. വിത്തുണ്ടോ ഒരു ചെടി ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ ചിന്തയുണ്ടെങ്കിൽ ഇനിയും പറയൂ ജന്മങ്ങളെടുത്തേ പറ്റുള്ളൂ. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഗീതയിൽ നിങ്ങൾക്ക് ഇത് കാണുന്നത് 16-ാം അധ്യായത്തിലാണ്. 16-ൽ 18-ാമത്തെ ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ. ആരുടെ ഉള്ളിലാണോ ആസുരികങ്ങളായ സ്വഭാവങ്ങൾ, ആസുരിക സ്വഭാവം. കാരണം 16-ാം അധ്യായം കൃഷ്ണൻ സംസാരിക്കുന്നത് ദൈവീകവും ആസുരികവുമായ ചിന്തകളെക്കുറിച്ചാണ്. 16-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗോ നാമ. ഏതിലാണോ ശ്രദ്ധ വയ്ക്കുന്നത് അത് വിഭാഗമാക്കും, ദൈവീക വിഭാഗമെന്നും ആസുരികമെന്നും. അപ്പം അതിൽ ആസുരിക ചിന്തയെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നത് അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം ച സംഷിത മാമാത്മപരദേഹേഷു പ്രദുഷ്യന്തോ അഭ്യസൂയക. ഇതാണ് ഈ ഇത്തരത്തിലുള്ള ആസുരിക ചിന്തകളെക്കുറിച്ച്. അപ്പം നമ്മുടെ ഉള്ളിൽ ഇത്തരം ചിന്തകളുണ്ടെങ്കിൽ, എത്തരം ചിന്തകൾ? ഇനിയും പലതും നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാനുണ്ട്. അതായത് ശ്രദ്ധിക്കുക, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഒരു ആത്മസുഖം അനുഭവിക്കാത്തോടത്തോളം കാലം ലൗകിക സുഖതൃഷ്ണ ഉള്ളിൽ നിന്ന് വിട്ടുപോയില്ല. കാരണം ഈ സുഖമല്ലാത്തൊരു വേറെ സുഖം നമുക്ക് അറിയില്ല. അപ്പൊ വേറൊരു സുഖം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ ഈ ലൗകിക സുഖതൃഷ്ണയോടുള്ള താല്പര്യം കുറയുള്ളൂ. അപ്പൊ ആ ലൗകിക സുഖതൃഷ്ണ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആത്മീയ സുഖതൃഷ്ണ അല്ലെങ്കിൽ ആത്മീയ സുഖരസം വന്നിട്ടില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ കാമം കിടക്കുകയാണ്. ഇനിയും അനുഭവിച്ചു തന്നെ വീണ്ടും അനുഭവിക്കണം. കാരണം സുഖം അതിലാണ്. അതുണ്ടോ? ഇനി ആ സുഖം അത് മറ്റുള്ളവർക്ക് പ്രദുഷ്യന്തോ, വേദനയും വിഷമം, തൻ്റെ സുഖത്തിന് വേണ്ടി, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ദുഃഖവും വിഷമവും കൊടുക്കുമ്പോൾ ആ ദുഃഖം കൊടുത്തതിൻ്റെ ഓർമ്മ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ, കാരണം ദുഃഖം കൊടുക്കുമ്പോഴൊക്കെ അഹങ്കാരം ഏതുണ്ടാവണം? ആ അഹങ്കാരം അവിടെ പ്രിന്റ് ചെയ്തു. ബലം, ഒരിത്തിരി മസിൽ പിടിക്കണം, ഒരു ഒരു ഇത് കാണിക്കണം, ധാർഷ്ട്യം കാണിക്കണം. ബലം, ദർപ്പം, അധികാരം കാണിക്കണം, ക്രോധം കാണിക്കണം. ഇതൊക്കെ കാണിക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ പ്രിന്റ് ചിത്രഗുപ്തൻ സാർ അത് എഴുതി വെച്ചു. നമ്മുടെ ബോധമണ്ഡലത്തിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഇന്നത്തെ യുവാക്കൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇതൊരു റിസർച്ച് വിഷയമാണ്. ഈ ചിന്തകൾ എങ്ങനെയാണ് ഉള്ളിൽ പ്രിന്റ് ചെയ്യപ്പെടുന്നത്, ഓർമ്മകൾ എങ്ങനെയാണ് മനസ്സിൽ സൂക്ഷിക്കപ്പെടുന്നത്, അല്ലെ? ഇതൊരു പഠിക്കേണ്ട വിഷയമാണ്. എവിടെയാണത് പ്രിന്റ് ചെയ്യപ്പെടുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കൊരു പഠനം, റിസർച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ നടത്തുകയാണെങ്കിലോ, അതിനാണ് ഈ ഉപനിഷത്തൊക്കെ വെച്ചൊരു പഠനം നടത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്തുമാത്രം സ്കോപ്പ് ഉണ്ടെന്നറിയോ? എന്തുമാത്രം സ്കോപ്പ്. സത്യത്തിൽ നമുക്കൊരു ദുരിതം പിടിച്ച സർക്കാരുകളായിപ്പോയി, ഒരു ദുരിതം പിടിച്ച സർക്കാരുകൾ. ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത വെറും ഭൗതികവാദികളായ കുറേ സർക്കാരുകൾ. ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. യുവാക്കളെ ഇതിലേക്കൊക്കെ ഒന്ന്
പരിശീലിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം. കാരണം ഇപ്പോൾ ധാരാളം ആചാര്യന്മാർ അതിനുവേണ്ടി മെനക്കെടുന്നുണ്ട്. ഭാരതത്തിൽ കുറേ ഇത്തരം കാര്യങ്ങളുടെ റിസർച്ച് ഇപ്പം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ യോഗ എന്നാലോചിച്ച് നോക്കൂ, ഇൻ്റർനാഷണലി ആവണമെന്നുണ്ടെങ്കിൽ, അതിനൊരു മഹത്വം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ കാര്യം തന്നെയാണ് ഭാരതത്തിന് കിട്ടിയത്. അപ്പോൾ ഇനി കുറേ കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ വരും. അപ്പം മനസ്സ് എന്ന് പറയുന്ന ചിന്തയിൽ ഇതൊക്കെ ഈ പ്രിൻ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ചിന്തകൾ എങ്ങനെയാണ് പ്രിൻ്റഡ് ആവുന്നത്, ഇതെവിടെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്? ഇതൊരു ബോധത്തിലാണ് പ്രിൻ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യിക്കുന്നതും ബോധം തന്നെയാണ്. ആ ബോധം അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ആ ബോധത്തെ ശ്രദ്ധിക്കണം. ബോധം അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ബോധത്തെ വിളിക്കുന്ന പേര് തന്നെയാണ് ചിത്രഗുപ്തൻ. ആ ബോധം തന്നെ ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങളെ, വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേദന കൊടുത്തതിൻ്റെ പ്രിൻ്റ് അവിടെ കിടക്കുന്നതിനെ ഇയാൾക്ക് പൂർത്തീകരിക്കണം. ഇയാൾ കൊടുത്ത വേദന ഇയാൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ബോധം, ഒരു ശരീരം ഇവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ബോധത്തെ വിളിക്കുന്ന പേര് തന്നെയാണ് കാലം. അപ്പം കാലം പാകമാകുമ്പോൾ ആ ബോധം നിശ്ചയിച്ച പ്രകാരം ഈ ചിന്തകളെല്ലാം രൂപമായി വരും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കിടന്നുറങ്ങിയ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രിൻ്റഡ് ചിന്തകളാണ് ബോധം സ്വപ്നമാക്കി ഉണർത്തുന്നത്. പറഞ്ഞാൽ ശരിയാണോ? എന്തായാലും ശരീരമല്ല ഉണർത്തുന്നത്. പ്രിൻ്റഡായിരിക്കുന്ന ചിന്തകളെ തന്നെയാണ് ബോധം സ്വപ്നമാക്കി ഉണർത്തുന്നതെങ്കിൽ ഈ പ്രിൻ്റഡായിരിക്കുന്ന ചിന്തകളെ നമുക്ക് ഇനിയും ജന്മങ്ങളാക്കി വികസിപ്പിക്കുവാൻ ആർക്ക് പറ്റും? ബോധത്തിന് പറ്റും. അപ്പം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ചിന്തകളാണ് ജന്മങ്ങളായി മാറുന്നതെങ്കിൽ എന്ത് റെക്കോർഡ് ചെയ്യുന്നു എന്നത് വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ജന്മങ്ങൾ ഒന്നുകിൽ താഴ്ന്ന ജന്മങ്ങളാവും, അല്ലെങ്കിൽ ഉയർന്ന ജന്മങ്ങളാവും. അപ്പം എങ്ങനെ ജനിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ചിന്തകളാണ്. അപ്പോൾ ഇങ്ങനെ നരകലോകസ്യ, ഇപ്പം നരകലോകം എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് വലിയ അണ്ടാവിൽ വെളിച്ചൊന്നും കാച്ചണ്ട മുക്കിയെടുക്കാൻ. അപ്പം ഇവിടെ യാതന കൊടുത്തവൻ ഇവിടെയും യാതന അനുഭവിക്കുന്ന ശരീരങ്ങളെടുത്ത് ഒന്നുകിൽ പൂന്താനം പറഞ്ഞതുപോലെ ഈച്ചയായോ പൂച്ചയായോ പുഴുവായോ ഒക്കെ, അല്ലെങ്കിൽ ഇനി മനുഷ്യനാണെങ്കിൽ പുഴു അരിക്കുന്ന ദേഹത്തോടുകൂടി വരണം. മനസ്സിലായില്ലേ? ഈ യാതനകളൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. ചെറുപ്പം മുതൽ ദുരിതങ്ങൾ അനുഭവിക്കണം. പല രോഗങ്ങളിൽ ചെറുപ്പം മുതൽ യാതന അനുഭവിക്കുന്നവരില്ലേ? പറയൂ. ചെറുപ്പം മുതൽ ജീവിതം മുഴുവൻ യാതനയായി കൊണ്ടു നടക്കുന്നവർ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് ജീവിതം മടുത്തു എന്ന്, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. എന്നിട്ടത് തൂങ്ങി മരിക്കണം. ഇപ്പം നോക്കൂ, നിങ്ങൾ ആ ജീവിതം മടുത്തു എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ആ മനസ്സിന് സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സത്രയും താഴ്ന്ന ചിന്ത. അപ്പം ഒരു മനുഷ്യ ശരീരം കിട്ടിയിട്ട് പോലും അവർക്ക് ആ ശരീരം ജീവിതവും പ്രയോജനപ്പെടുന്നില്ല. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടല്ലോ. വീണ്ടും നമുക്ക് കാണാം, ഈ ജന്മത്തിന് കാരണം ചിന്തകളാണെന്ന് തൃതീയ സ്കന്ധത്തിൽ 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ കർമ്മണ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയെ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസോരേത കണാശ്രയ. എന്താ പറയുന്നത്? കർമ്മണ, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഉള്ള കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. കർമ്മം തുടങ്ങുന്നത് എവിടുന്നാ? ചിന്തകളിൽ നിന്നാണ്. അപ്പോൾ കർമ്മ സംസ്കാരത്തെയാണ് ഇവിടെ കർമ്മണ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചത്. ഈ ചിന്തകൾ ദൈവനേത്രേണ, ദൈവനേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപ്രേരിതമായിട്ട്, അതായത് ബോധപ്രേരിതമായിട്ട് ഒരു പുംസോരേത, ഒരാണിൻ്റെ ബീജത്തിലേക്ക് ചേരുന്നു. അപ്പോൾ ആണിൻ്റെ ബീജത്തിൽ ചിന്തകൾ ചേരുന്നു എന്നാണ്. ആ ചിന്തകളാണ് ഒരു സ്ത്രീയുടെ രേതസ്സിലൂടെ
ഗർഭപാത്രത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ശരീരം വിട്ടുപോയാൽ ചിന്തകൾക്ക് ബീജത്തിലേക്ക് ചേർന്നുകൊണ്ട് ആ ബീജത്തിലൂടെ ഒരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മളെ സൃഷ്ടിക്കുന്ന ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിന്തകൾ തന്നെയാണ്. ഇനി വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയായിട്ട് ഒരാൾ ജനിക്കുമ്പോൾ ആ അച്ഛനിലുള്ള ബോധം, ആ ബോധം കുട്ടിയിലുമുണ്ടെങ്കിൽ അച്ഛൻ കുട്ടിക്ക് ബോധം കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? അമ്മ കുട്ടിക്ക് ബോധം കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? ആ കുട്ടിക്കുള്ള ബോധം എവിടുന്ന് വന്നു? അതെവിടുന്ന് വന്നു? അത് അമ്മ കൊടുത്തതാണോ? അത് അച്ഛൻ കൊടുത്തതാണോ? ദെൻ പിന്നെ എവിടുന്ന് കിട്ടി കുട്ടിക്ക് ബോധം? അത് ശരീരം രൂപപ്പെട്ടിട്ടുണ്ടായതാണോ? ശരീരം രൂപപ്പെട്ടിട്ട് ബോധമുണ്ടാവുന്നു ഇന്ന് വരെ ഒരു ശാസ്ത്രജ്ഞനും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ശരീരത്തിൽ നിന്നാണ് ബോധമുണ്ടാവുന്നതെന്ന്. ശരീരത്തിൽ എന്തെങ്കിലും രാസപ്രവർത്തനം കൊണ്ട് ബോധമുണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള രാസപ്രവർത്തനം ഞാൻ നിങ്ങളോട് പറഞ്ഞു. രാസവസ്തുക്കൾക്ക് ബ്രെയിനിലുള്ള രാസപ്രവർത്തനം കൊണ്ടാണ് ബോധമുണ്ടാകുന്നതെങ്കിൽ ഈ രാസവസ്തുക്കളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്രിമമായി കൊടുത്താൽ കോമയിൽ കിടക്കുന്നവരെ ഉണർത്തിക്കൊണ്ടുവരാം. ഇത്രയും കാലമായിട്ടും അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ഇവർ രാസപ്രവർത്തനം എന്ന് പറയുന്ന വിഡ്ഢിത്തരം പഠിപ്പിക്കുന്നത്. ഈ യുക്തിവാദികളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത് ബ്രെയിൻ്റെ അകത്തുള്ള കെമിക്കൽ പ്രോസസ്സാണ് അത്ര ബോധം ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ കഴുതയാണ് സയൻസ് പഠിക്കുന്നത്. ഒരു മാറ്ററിൽ നിന്ന് ഒരിക്കലും എനർജി ഉണ്ടാവുന്നതല്ല, എനർജിയിൽ നിന്നാണ് ബോധം. ഒരു എനർജിയാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മാംസ പിണ്ഡമാണ്, അതൊരു മാറ്ററാണ്, അതൊരു മാസാണ്. മാസിൽ നിന്ന് ഒരിക്കലും ഒരു എനർജി ഉണ്ടാവില്ല. ഇനി ഉണ്ടാവുന്ന ഈ കെമിക്കൽ നോക്കണേ, ഇതൊക്കെ എന്ത് വെട്ടിത്തരാണ്. ബ്രെയിനിൽ നിന്നൊരു രാസപ്രവർത്തനം ഉണ്ടായിട്ടാണ് ബോധം ഉണ്ടാകുമെങ്കിൽ ആ രാസപ്രവർത്തനം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു വസ്തുവിൽ ഒരു കെമിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ മാത്രമേ നിൽക്കുള്ളൂ. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പുറത്തു പോവില്ല. എന്നാൽ ബോധം സർവത്ര വ്യാപിയാണ്. ഞാൻ എവിടെ നോക്കുമ്പോഴും എൻ്റെ ബോധമുണ്ടെങ്കിൽ അത് ആ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള കെമിക്കലിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അപ്പം തന്നെ തെറ്റിയതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനൊന്നും യുക്തിയില്ല, വെറുതെ യുക്തിവാദം പറയുകയാണ്. ബോധവും ബ്രെയിനും എന്ന് പറയുന്നത് കറണ്ടും ഫിലമെൻറ്റും പോലുള്ളൊരു ബന്ധമാണ്. ഫിലമെൻറ്റിൽ നിന്നല്ല കറണ്ട് വരുന്നത്. എന്നാൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ ഫിലമെൻറ്റ് കത്തുന്നു. ഇതുപോലെ ഈ ചിന്തകൾ ബ്രെയിനിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ബ്രെയിനാണിത് ചിന്തിക്കുന്നതെന്ന് തോന്നലേ ഉള്ളൂ. ബ്രെയിൻ ഇല്ലെങ്കിലും ചിന്തകൾക്ക് നിലനിൽക്കാൻ പറ്റുമെന്നത് ഒരച്ഛൻ്റെ ശരീരത്തിലൂടെയാണ് ഒരു ജീൻ കടന്നു വരുന്നെങ്കിൽ ആ ജീനാണ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ. ഒരു ജീനാണ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ജീൻ ബ്രെയിൻ ഇല്ലാതെ തന്നെ ഒരു ബീജത്തിൽ ബ്രെയിൻ ആയിട്ടില്ലല്ലോ. ഉണ്ടോ? അത് ഗർഭപാത്രത്തിൽ വളർന്നു വരുന്നൊരു സാധനമല്ലേ. അപ്പം അതിനു മുമ്പ് തന്നെ ഒരു ജീൻ ഇത് തീരുമാനിക്കാനായിട്ടുണ്ടെങ്കിൽ ആ ജീൻ ബ്രെയിൻ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഉണ്ടെങ്കിൽ ആ തീരുമാനിക്കാൻ കഴിയുന്ന ജീൻ എന്ന് പറയുന്ന ബോധമാണ്. തീരുമാനം എന്ന് പറയുമ്പോഴേക്കും ബോധമായി. അപ്പം ആ ബോധം നേരത്തെ തന്നെ ഉണ്ടല്ലോ. അപ്പം ഇവർ പറയുന്നതൊക്കെ യുക്തിയില്ലേ ഉണ്ടല്ലോ? ഉണ്ടോ? യുക്തി ഉണ്ടോ? വിഡ്ഢിത്തരങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്. അതായത് നമ്മുടെ ബോധചിന്തകളാണ് നമുക്കുള്ള ജന്മങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ ആ ചിന്തകളെ നമ്മൾ ശരിക്കും ഇവിടെ പ്രോപ്പറായിട്ട് വച്ചിട്ടില്ലെങ്കിൽ ദുരിതങ്ങൾ ഇവിടം കൊണ്ടും തീരില്ല, അടുത്ത ജന്മങ്ങളെ കൊണ്ടും തീരില്ല. കാരണം എന്ത് തരം ചിന്തയാണോ ഉള്ളിലുള്ളത് അതിനനുസരിച്ചുള്ള ജന്മങ്ങൾ എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. യത് ഭാവയതി തത് ഭവതി, യത് ഭാവയതി തത് ഭവതി. അപ്പം ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ ഉള്ളിൽ ബോധത്തിൽ നാം അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ, അറിയുന്ന കാര്യങ്ങളുടെ
എല്ലാം ഓർമ്മ ചിന്തകളുടെ രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ബോധത്തിന് ചിന്തകളെ ഓർമ്മിച്ചു വയ്ക്കാനും ചിന്തകളെ ഉണർത്തുവാനും ചിന്തകളെ ശരീരത്തോട് ചേർത്ത് പ്രവൃത്തിയാക്കി അനുഭവങ്ങൾ അനുഭവിപ്പിക്കാനും അതുപോലെ ചിന്തകളെ കെട്ടടക്കാനൊക്കെയുള്ളൊരു കഴിവ് ആർക്കുണ്ട്? ഈ ബോധത്തിൽ അന്തർലീനമായി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാ ചിന്തകളും നമ്മുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു പറഞ്ഞാൽ ബോധത്തിൽ അത് പ്രിൻ്റഡ് ആവുന്നുണ്ട്. ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള ചിന്തകളാണ് പിന്നീട് നമ്മുടെ ഒരു ജന്മത്തിന് കാരണമാകുന്ന ജീൻ അഥവാ നമ്മുടെ വേദാന്ത ഭാഷയിൽ വാസന എന്ന് പറയും, ഇന്നത്തെ സയൻസിൻ്റെ ഭാഷയിൽ ജെനറ്റിക് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഈ ജെനറ്റിക് കോഡും കൊണ്ട് പോവുകയാണ്. ഏത്? അവരുടെ ഉള്ളിൽ ഇംപ്രിൻ്റഡ് ആയിരിക്കുന്ന, ടൈപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന, റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മയിൽ ഉറപ്പിച്ചിരിക്കുന്ന കുറേ ചിന്തകൾ. അപ്പം ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ചിന്തകളാണ് ജന്മങ്ങളായി മാറുന്നത്. ഇപ്പം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ ദൈവം സൃഷ്ടിക്കുന്നത് സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരമാക്കാനേ പറ്റുള്ളൂ. അപ്പം ഇന്ന് സയൻസ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിടത്തേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചം എവല്യൂഷനിലുണ്ടാവുകയാണെങ്കിൽ എവല്യൂഷൻ ഒരു 3 സ്റ്റേജിലാണ് നടക്കുന്നത്. ഒന്ന് അതിൻ്റെ ഒരു എനർജി ഫോമിൽ, 2 ആ എനർജി ഗ്യാസും മറ്റുമായിട്ടുള്ള കുറച്ചുകൂടി ഒരു സട്ടിൽ, അതായത് കുറച്ചുകൂടി ഒരു സ്ഥൂല സൂക്ഷ്മ രൂപത്തിൽ, സ്ഥൂലവുമല്ല സൂക്ഷ്മമല്ല, ഒരു ഇടയ്ക്കുള്ളൊരു സ്റ്റേജ്, ഒരു ലിക്വിഡ് ഫോം. ഒരു ലിക്വിഡൊക്കെ ആകുമ്പോഴേക്കും അത് ക്രമേണ സ്ഥൂല രൂപത്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പം ആദ്യം അത് വളരെ സൂക്ഷ്മം, പിന്നെ കുറച്ചുകൂടി അത് സ്ഥൂലമായി, പിന്നെ അത് അതിഘനീഭവിച്ച് എന്തായി? സ്ഥൂലമായി. ഇപ്പം ഊർജത്തെക്കുറിച്ച് തന്നെ ശാസ്ത്രജ്ഞന്മാർ പറയണത്, ഇപ്പം നമ്മൾ കാണുന്ന സൂര്യനും ചന്ദ്രനൊക്കെ സ്ഥൂല രൂപമാണ്. ഈ സ്ഥൂല രൂപം കുറച്ചുകൂടി സൂക്ഷ്മമായിരുന്നു. ഏത്? ഗ്യാസിൻ്റെ ഒക്കെ രൂപത്തിൽ. ഇപ്പം നമ്മുടെ ശരീരം തന്നെ നോക്കൂ നിങ്ങൾ, നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ രൂപത്തിലായിരുന്നു. ഇനി ആ തുള്ളി വെള്ളം ബീജം എന്ന് പറയുന്നത് കണ്ടവുമായി ചേർന്നത്, അതിൻ്റെ പിന്നിൽ എന്താണ് കാരണം എന്നാണ് ഇന്നാരും പറയാത്തത്. അതിൻ്റെ പിന്നിലുള്ള കാരണമാണ് നമ്മളിലുള്ള ചിന്തകൾ. ചിന്തകളുണ്ടെങ്കിലേ ജന്മങ്ങളുള്ളൂ. ഇപ്പം നമുക്കത് ഒരു വിത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. ഇത് വരുന്നത് ചാന്തോക്യുപനിഷത്തിലാണ്. ചാന്തോക്യുപനിഷത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ അവിടെയാണല്ലോ ഈ തത്വമസി എന്നത് ഒരച്ഛൻ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ കുട്ടിയോട് പറയുന്നുണ്ട്, ഒരു നെഗ്രോധത്തിൻ്റെ ബീജം കൊണ്ടുവരൂ. നെഗ്രോധം എന്ന് പറഞ്ഞാൽ, നെഗ്രോധ വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽവൃക്ഷത്തിൻ്റെ എന്ത് കൊണ്ടുവരണം? ഒരു ബീജം കൊണ്ടുവരാം. എന്നിട്ട് ബിന്ദി, നീ അതിനെ മുറിക്കാൻ പറയുന്നുണ്ട്. എന്താ കാണുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഈ വിത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആലിൻ്റെ വിത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ എന്താ കാണുക? ചെറിയ 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 കുഞ്ഞു കുഞ്ഞു കടുകുമണി പോലുള്ള വിത്തുകൾ കാണും. ഈ വിത്തിനെ ഒന്നിനെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു അണുവിത്താണെന്ന് പറഞ്ഞു കുട്ടി. എന്താ കാണുന്ന? അനേകം അണുവിത്തുകളുണ്ട്. അതിലൊന്നിനെ എടുക്കാൻ പറഞ്ഞു. അതിനെ ബിന്ദി പറഞ്ഞാൽ അതിനെ ഒന്ന് മുറിക്കാൻ പറഞ്ഞു. അപ്പം ചോദിച്ചു, എന്താ കാണുന്നത് എന്ന്? ഒന്നും കാണില്ല എന്ന്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കും, പിന്നെ ഒന്നും കാണാനില്ല. കാരണം ചെറിയ കുഞ്ഞു വിത്തിനെ മുറിക്കുമ്പോഴേക്കും അതൊന്നുമില്ല. പറഞ്ഞു, ഒരു വലിയ നെഗ്രോധ വൃക്ഷം മുഴുവൻ ഏതിലുണ്ട്? ആ കുഞ്ഞു കടുകുമണി പോലുള്ളൊരു വിത്തിനകത്തുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
അപ്പോൾ ഒരു വലിയ വൃക്ഷമാവാനുള്ള സകല സാധ്യതകളും പൊട്ടൻഷ്യലും ആ ഒരു വിത്തിൻ്റെ ഉള്ളിൽ പ്രിൻ്റഡ് ആണ്. അല്ലാന്ന് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന് ചെയ്ത് ചെയ്യാൻ പറ്റൂ? ഒരു ചെടിയെ കടുകുമണിയുടെ ഉള്ളിൽ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് പറയൂ റെക്കോർഡഡ് ആണ്. അതെവിടെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എവിടെയാണ്? ആ വിത്തിൻ്റെ ഏത് ഭാഗത്താണ് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആ വിത്തിനെ ഒന്ന് വറുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വിത്തിൻ്റെ ഷേപ്പ് ഉണ്ടാകുന്നു എന്നല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഇനി ആ ഒരു കോഡില്ല. ഏത് കോഡ്? ഇതിനെ ഒരു വൃക്ഷമാക്കി തീർക്കാനുള്ള കഴിവുള്ളൊരു ജനറ്റിക് കോഡ് അല്ലെങ്കിൽ ജീവാംശം ഇല്ല. അപ്പം ഈ ജീവാംശം എന്ന് പറയുന്നത് ശ്രദ്ധിക്കും നിങ്ങൾ, ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു നെഗ്രോധ വൃക്ഷമാക്കി തീർക്കാനുള്ള പ്രിൻ്റ് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പ്രിൻ്റാണ് അല്ലെങ്കിൽ ഈ ഒരു ഇംപ്രഷനാണ് ഈ വിത്തായി തീരേണ്ടതെന്ന ഒരു അറിവ് അതിൻ്റെ ഉള്ളിലില്ലേ? അല്ലെങ്കിൽ ഒരു തീരുമാനം അതിൻ്റെ ഉള്ളിലില്ലേ? ഈ പ്രിൻ്റാണ് ഈ വൃക്ഷമായി തീരേണ്ടതെന്നൊരു മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതങ്ങനെ ആവണം എന്നൊരു തീരുമാനമുണ്ടല്ലോ. ഒരു തീരുമാനത്തിനല്ലേ അതുപോലെ ആവാൻ പറ്റുള്ളൂ. തീരുമാനിക്കാനുള്ള കഴിവിനനുസരിച്ചല്ലേ അത് പിന്നീട് വളർന്ന് അങ്ങനെയാണ്. തീരുമാനം എപ്പോഴും അത് മറക്കരുത് നിങ്ങൾ, ആ കണ്ണി മറക്കരുത്. തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് എപ്പോഴും ബോധത്തിനെ പറ്റുള്ളൂ. അപ്പം നമ്മൾ സമ്മതിക്കണം, ആ പ്രിന്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബോധവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ബോധത്തിൻ്റെ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ചിന്തയാണ്. ബോധത്തിലുള്ള പ്രിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ഒരു ബീജത്തിനകത്തും എന്ത് സമ്മതിക്കേണ്ടി വരും? ഒരു ബോധചിന്തയുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയണത്? അപ്പോൾ മനുഷ്യനെ ജനിപ്പിക്കുന്നതും ചിന്തകളാണ്, ബോധചിന്തകളാണ്. ഈ ജീവജാലങ്ങളെ മുഴുവൻ ജനിപ്പിക്കുന്നത് പറയൂ ബോധചിന്തകളാണ്. അപ്പം ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധത്തിലുള്ള ബോധചിന്തകളെ കാരണശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിലേക്കും സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരത്തിലേക്കും വികസിപ്പിക്കുന്നതിൻ്റെ പേര് മാത്രമാണ് സൃഷ്ടി. അപ്പം കാരണശരീരം എന്ന് പറഞ്ഞാൽ ബോധത്തിലുള്ള പ്രിന്റ്. ഈ കാരണശരീരത്തെ സൂക്ഷ്മ ശരീരമാക്കി മാറ്റുന്നത് അച്ഛൻ്റെ ശരീരത്തിലൂടെ ബീജരൂപത്തിൽ വന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നത് വരെ അതൊരു സൂക്ഷ്മതയിലാണ് നിൽക്കുന്നത്. പിന്നെ ആ ഗർഭപാത്രത്തിൽ വളർന്നു വരുമ്പോഴാണത് സ്ഥൂലമായിത്തീരുന്നെങ്കിൽ കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളിലൂടെ മാത്രമേ വികാസമുള്ളൂ. എല്ലാവർക്കും ഉള്ളൂ, എല്ലാറ്റിനുമുള്ളൂ. എങ്കിൽ ഇവിടെ ഈ 3 വികാസത്തെയാണ് സൃഷ്ടി എന്ന് പറയുമെങ്കിൽ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബോധത്തിലുള്ള കൂടെ വരണം. നിങ്ങൾ നിവർന്നിരിക്കണം, അലയും തലയിൽ കയറില്ല, വയറിൽ കയറും, വേറെ എവിടെയും കയറില്ല. എവിടെയാണ് ഇതൊക്കെ നടക്കുന്നത്? ബോധചിന്തയിലാണ്. ബോധചിന്തയിലാണ് ഇത് നടക്കുന്നത്. ഇതെല്ലാം തീരുമാനിക്കുന്നത് ബോധമാണ്. അപ്പം ബോധചിന്തയിൽ നിന്നും വികസിച്ചു വന്നതാണ് ഇവിടെ ഉള്ള സകലതെങ്കിലും. അപ്പം ആ ബോധചിന്ത എങ്ങനെ അവിടെ വന്നു എന്നതാണ് ചോദ്യം. ഈ ബോധചിന്ത ആര് സൃഷ്ടിച്ചു? ബോധത്തിന് ചിന്ത അല്ലെങ്കിൽ ആവാനുള്ളൊരു കഴിവ് സൃഷ്ടിക്കുന്നതല്ല, ബോധത്തിന് ചിന്തയാവാനുള്ളൊരു കഴിവുണ്ട്. അത് 4 തരം ചിന്തകൾ. 1 വികാരചിന്ത, 2 ബുദ്ധിചിന്ത, 2 ഞാനെന്നൊരു ഭാവചിന്ത, 2 ഓർമ്മകളെ സൂക്ഷിക്കാനുള്ളൊരു കഴിവ്. ഇത് ഈ ബോധത്തിൽ അന്തർലീനമായൊരു കഴിവാണ്. ഈ അന്തർലീനമായ കഴിവിനെയാണ് ഭാരതീയര്, ഈ 4 ചിന്തകളെയാണ് ഭാരതീയര് ബ്രഹ്മാവ് എന്ന് വിളിച്ചത്. അപ്പൊ ബ്രഹ്മാവിൻ്റെ 4 തലകൾ സൂചിപ്പിക്കുന്നത് വികാരചിന്തയും പറയൂ വികാരചിന്ത എന്ന് പറഞ്ഞാൽ മനസ്സ്, പിന്നെ ബുദ്ധിചിന്ത എന്ന് പറഞ്ഞാൽ ബുദ്ധി, പിന്നെ അഭിമാനചിന്ത എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം, പിന്നെ ഓർമ്മിക്കാനുള്ള ഓർത്തുവെക്കാനുള്ള ചിത്തം.
ഈ 4 ചിന്തകളെ ഒന്നിച്ച് 4 തലകളുള്ളൊരു ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ബോധചിന്തകളിൽ നിന്നാണ് സകല സൃഷ്ടിയും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ സൃഷ്ടിക്ക് കാരണം നമ്മൾ നേരത്തെ ഉള്ള ജന്മങ്ങളിലൂടെ രൂപപ്പെടുത്തുന്ന ചിന്തകൾ തന്നെയാണ്. അപ്പൊ ഈ ചിന്തകളും കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കണേ ഇനി പറയണത്. ഈ ചിന്തകളെ നമ്മൾ അത്ര ഗൗരവമായി കാണാറില്ല. അപ്പൊ ഈ ചിന്തകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് അനുഭവിച്ച അനുഭവങ്ങൾ ആവർത്തിച്ച് അനുഭവിക്കാനുള്ള ഒരാഗ്രഹം എവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ സുഖം തരുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. പിന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സുഖം വരുത്താൻ വേണ്ടി നമ്മൾ അക്ഷീണം പ്രവർത്തിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രവൃത്തിയിൽ മറ്റുള്ളവർക്ക് വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ആ കൊടുത്ത വേദനയും നമ്മുടെ ഉള്ളിൽ പതിയുന്നുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ പതിയുന്നുണ്ട്, അസ്വസ്ഥതകൾ പതിയുന്നുണ്ട്. ഈ അസ്വസ്ഥതകളൊക്കെ ചിന്തകളുടെ രൂപത്തിലായി ഈ ചിന്തകളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന ജന്മങ്ങളൊക്കെ. അപ്പൊ ജന്മം തീരുമാനിക്കുന്നത് മുഴുവൻ ചിത്രഗുപ്തന്റെ എഴുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തിൽ പതിഞ്ഞിരിക്കുന്ന ചിന്തകളാണ്. ആ ബോധത്തിൽ പതിഞ്ഞിരിക്കുന്ന ചിന്തകൾ ഞാൻ പറയണ വളരെ ശ്രദ്ധിക്കണേ. ഇതൊരു വലിയൊരു വിഷയമാണ്. കാരണം മനുഷ്യരിത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരു തരത്തിലും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പോവില്ല. കാരണം ഞാൻ ഒരാളെ ദ്രോഹിക്കുമ്പോൾ നമ്മുടെ വിചാരം ദ്രോഹം കഴിഞ്ഞു എന്നാണ്. പക്ഷെ ആ ദ്രോഹം കൊടുക്കുന്ന സമയത്തും എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ, ഒരാൾക്ക് ഞാൻ ദ്രോഹം കൊടുക്കുമ്പോൾ അയാളുടെ വേദനകളൊക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ കാണുമ്പോൾ ആ വേദനകളൊക്കെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദന യാതന അനുഭവിക്കാൻ കാലം എനിക്കൊരു ശരീരത്തെ തരണം. കാരണം എൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട് ആ വേദന. ആ വേദന കൊടുക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതെൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത വേദന എനിക്കും അനുഭവിക്കാനായി കാലം അതിന് പറ്റുന്നൊരു ശരീരത്തെ എനിക്ക് തയ്യാറാക്കി തന്നിരിക്കണം.